ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. അതായത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കോൺഫ്ലവർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവുള്ള സമയത്ത് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട്. നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: കോൺഫ്ലവർ 4 ടേബിൾ സ്പൂൺ, മിൽക്ക് പൗഡർ 8 ടേബിൾ സ്പൂൺ, വെള്ളം 1 കപ്പ്, അതുപോലെ ഷുഗറും 1 കപ്പ്. അപ്പോൾ ആദ്യം നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഷുഗർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഷുഗർ നന്നായിട്ട് നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. ഈ വെള്ളത്തിൽ നല്ല അലിയിച്ചെടുത്തിട്ട് കുറച്ച് തിക്കാക്കിയിട്ട് എടുക്കണം. നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച പാൽപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കണം. അതിൽ കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കണം. ഇനി നമുക്ക് അതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ നന്നായി ഇളക്കണം കേട്ടോ. കോൺഫ്ലവറൊക്കെ നന്നായി പെട്ടെന്ന് കട്ട ഒത്തുമല്ലോ, അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആ മിക്സ്ചർ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 8 to 10 മിനിറ്റ്സ് ആണ് അതിൻ്റെ ടൈം ഏകദേശം വരാം. അല്ലെങ്കിൽ കുറച്ച് തിക്ക് പേസ്റ്റ് ആവണ വരെ നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾ എടുക്കുന്ന എമൗണ്ട് അനുസരിച്ചിട്ട്. പിന്നെ എപ്പോഴും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, കാരണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കോൺഫ്ലവറും മിൽക്ക് പൗഡറും ഒക്കെ ഇട്ടിരിക്കണം. അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധ തെറ്റിയാൽ ചിലപ്പോൾ അടിയിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു തിക്നെസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് പകർത്തി വെക്കാം. എന്നിട്ട് അത് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ തണുപ്പിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂളായാലും മതി. അപ്പോൾ ഇത് നമ്മളെടുത്തതിനെക്കാട്ടിയും കുറച്ചും കൂടി തിക്കാവാൻ ചാൻസ് ഉണ്ട് കോൺഫ്ലവറൊക്കെ ആഡ് ചെയ്ത കാരണം. അപ്പോൾ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാൻ ശ്രമിക്കാം. സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് സോസോ ഡേറ്റ് സിറപ്പോ ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ ബദാം നട്ട്സൊക്കെ ഇട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ ഈസിയുമാണ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.